ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 36 ഭാഗം. അമ്മേ നാരായണ. നാമം 572. പരാശക്തി. പ്രാചീന ഗോത്ര ആരാധനയിലും മാതൃദൈവ സങ്കല്പത്തിലും ഹിന്ദു വിശ്വാസത്തിലും ആദിപരാശക്തിയുടെ ആരാധന കാണാം. സ്ത്രീ രൂപത്തിലുള്ള പരമാത്മാവായാണ് ആദിപരാശക്തിയെ കാണുന്നത്. സ്ത്രീയാണ് പ്രപഞ്ച സൃഷ്ടിയുടെ ആധാരം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ആദിപരാശക്തിയുടെ ആരാധന ആരംഭിക്കുന്നത്. ഈശ്വരി, പരമേശ്വരി, ജഗതീശ്വരി, ഭുവനേശ്വരി, രാജരാജേശ്വരി, ത്രിപുരസുന്ദരി, ദുർഗാപരമേശ്വരി, മഹാകാളി, ചണ്ഡിക എന്നീ നാമങ്ങൾക്ക് തുല്യമായി പരാശക്തി എന്ന നാമം ഉപയോഗിക്കാറുണ്ട്. പ്രകൃതി, ഊർവരത, മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി, കാർഷിക സമൃദ്ധി, ബലം, യുദ്ധവിജയം എന്നിവയുമായി ബന്ധപ്പെട്ട ഗോത്രജനത ആദിപരാശക്തിയെ ആരാധിച്ചിരുന്നു. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവളും എല്ലാം അറിയുന്നവളുമാണ് ആദിപരാശക്തി എന്നാണ് ദേവി മഹാത്മ്യത്തിൽ കാണാനാവുക. സകലതിനും അതീതമായത് എന്ന അർത്ഥത്തിലാണ് പര എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആദിയിൽ എല്ലാറ്റിനും കാരണഭൂതയായവൾ എന്ന അർത്ഥത്തിൽ ആദി എന്ന പദവും ഏറ്റവും വലിയ ബലം എന്ന അർത്ഥത്തിൽ ശക്തി എന്ന വാക്കും ഉപയോഗിക്കുന്നു. ദേവീ ഭാഗവതം, ദേവീ മഹാത്മ്യം എന്നിവ അനുസരിച്ച് ആദിപരാശക്തി എന്ന ലോകമാതാവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്കെല്ലാം മൂലകാരണം. മറ്റുള്ള എല്ലാ ദേവതാ സങ്കല്പങ്ങളും പ്രപഞ്ചവും ജൈവ വൈവിധ്യങ്ങളുമെല്ലാം തന്നെ ആദിപരാശക്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ് ദേവി മഹാത്മ്യത്തിൽ കാണാനാവുക. ശൈവ വിശ്വാസപ്രകാരമാവട്ടെ പരമശിവൻ്റെ പത്നിയാണ് ആദിപരാശക്തിയായ ശ്രീലളിതാ ത്രിപുരസുന്ദരി എന്ന് കാണാം. അർദ്ധനാരീശ്വര ശക്തിയായാണ് ഇരുവരും ചേർന്ന് പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുന്നത്. 573 നാമം പരാനിഷ്ഠ. മനസ്സിന് ബ്രഹ്മത്തിലേക്കെത്താനുള്ള ഒരു അച്ചുതണ്ടായി പ്രവർത്തിക്കുന്നത് ദേവീ ചൈതന്യമാണത്രേ. ആ ചൈതന്യ ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമാകുന്നു. പരമമായ ജ്ഞാനത്തിലേക്ക് മനസ്സിനെ നയിക്കാൻ അനുഷ്ഠിക്കേണ്ട ഒന്നാണ് ദേവീ ഭജനം. അത് ഏറെ നിഷ്ഠയോടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേവീഭജനം നടത്തുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ബ്രഹ്മത്തിൽ ലയിക്കുന്നു അത്രേ. നാമം 574. പ്രജ്ഞാനഘനരൂപിണി. പ്രജ്ഞ എന്നാൽ ബുദ്ധി, ബോധം, കോൺഷ്യസ്നസ് എന്നൊക്കെ പറയാം. ആത്യന്തികമായ ജ്ഞാനം എന്താണോ അതാണ് ദേവി ചൈതന്യം. ആത്യന്തികമായ ജ്ഞാനം ബ്രഹ്മമാണ് എന്ന് ഭാരതീയ തത്വചിന്തയിൽ പറയുന്നു. ആ ബ്രഹ്മസ്വരൂപിണി തന്നെയാണ്, ആ ജ്ഞാനസ്വരൂപിണിയാകുന്നു ദേവി ലളിതാംബിക. ആ അർത്ഥത്തിലാണ് ദേവിയെ പ്രജ്ഞാനഘനരൂപിണി. ആ പ്രജ്ഞാശക്തി, ആ ബോധം, ആ ബുദ്ധി അതിങ്ങനെ ഘനരൂപത്തിൽ, അത് ഏറ്റവും കട്ടിയായി, ഏറ്റവും കോൺസെൻട്രേറ്റഡ് ഫോമിലിരിക്കുകയാണ് ദേവിയായി. നാമം 575. മാധ്വീപാന അലസ. മാധ്വീപാന അലസ. മധുപാനം കൊണ്ട്, മാധ്വീപാനം കൊണ്ട്, മധുപാനം കൊണ്ട് അങ്ങനെ അലസമട്ടിൽ മത്തു പിടിച്ചിരിക്കുന്ന ദേവി ലളിതാംബിക. ജ്ഞാനമാകുന്ന അമൃതധാരയാൽ മത്തുപിടിച്ച ദേവി ലളിതാംബിക. ആ ഒരവസ്ഥയിൽ സന്തോഷം, സന്താപം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദേവിയെ ഉലയ്ക്കുന്നില്ല. മറ്റൊന്നിലും ശ്രദ്ധയില്ലാതെ അതെല്ലാം തന്നെ മായയാണ് എന്ന തിരിച്ചറിവിനാൽ ബ്രഹ്മജ്ഞാനത്തിൽ മത്തുപിടിച്ച ദേവി ലളിതാംബിക. നാമം 576. മത്ത. മധുപാനത്താൽ മത്തുപിടിച്ചവൾ എന്ന അർത്ഥം. ഇനി ഇതേ വാക്കിന് മറ്റൊരർത്ഥം കൂടി കാണാനായി ശിവൻ എന്ന ആ ചൈതന്യത്തിന് ശരീരമാകുന്ന ഒരു ഈഗോ സ്റ്റേറ്റ് നൽകുന്ന ദേവി ലളിതാംബിക.
ശിവനാണ് ജീവചൈതന്യമെങ്കിൽ ആ ജീവചൈതന്യത്തിന് ഇരിക്കാനുള്ള ആ ശരീരമാകുന്ന ആ രൂപത്തെ സൃഷ്ടിക്കുന്ന ദേവി ലളിതാംബിക. നാമം 577 മാതൃകാവർണ്ണരൂപിണി. സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ ദേവിയെ പ്രകാരമാണ് വർണ്ണിക്കുന്നത്. ശബ്ദ ബ്രഹ്മരൂപിണി, അതായത് സംസ്കൃത അക്ഷരങ്ങളെല്ലാം ദേവിയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവയാണ് എന്നാണ് ആചാര്യൻ പറയുന്നത്. വർണ്ണം എന്നാൽ അക്ഷരം, ഭാഷ, ശബ്ദം ഇവയുടെയെല്ലാം മാതാവ് എന്ന അർത്ഥത്തിൽ ദേവിയെ മാതൃകാവർണ്ണരൂപിണി എന്ന് വിളിക്കുന്നു. മാതൃക എന്നാൽ ആ മുതൽ ക്ഷ വരെയുള്ള അക്ഷരങ്ങളാണ്. ക്ഷരം എന്നാൽ നശിക്കുന്നത്, അക്ഷരം നാശമില്ലാത്തത്. ഓരോ അക്ഷരവും ദേവിയുടെ ഓരോ രൂപമായി കണക്കാക്കുന്നു. ഇപ്രകാരം സനത്കുമാര സംഹിതയിൽ അക്ഷരങ്ങളെ 5ആയി തിരിക്കുന്നു. 1. സ്വരാത്മിക ശക്തികൾ, ആ മുതൽ അഹ വരെയുള്ള അക്ഷരങ്ങൾ. ഇവയ്ക്ക് 8 കൈകളുണ്ട് എന്നും ഓരോ കൈകളിലും പാശം, അങ്കുശം, അഭയമുദ്ര, വരമുദ്ര, പുസ്തകം, അക്ഷമാല, കമണ്ഡലു, വാക്യമുദ്ര എന്നിവ ധരിച്ചിരിക്കുന്നു എന്നും വിശ്വസിക്കുന്നു. ഇവയ്ക്ക് ധൂമ്രവർണ്ണമാണ്, ഒരു ആഷ് കളറിലാണ് ഈ അക്ഷരങ്ങളുള്ളത്. 2. വ്യഞ്ജന ശക്തികൾ, ക മുതൽ ക്ഷ വരെയുള്ള അക്ഷരങ്ങൾ. ഇവയ്ക്കെല്ലാം 4 കൈകൾ വീതമാണ് ഉള്ളത്. ക മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളുടെ കൈകളിലുള്ളത് പാശം, അങ്കുശം, അക്ഷമാല, കമണ്ഡലു ഇവയാണ്. യ, ര, ല, വ ഈ അക്ഷരങ്ങളുടെ കയ്യിൽ പാശം, അങ്കുശം, അഭയ, വരദ മുദ്രകളുണ്ട്. സ, ശ, ഷ, സ, ഹ ഈ അക്ഷരങ്ങളുടെ കൈകളിലും പാശം, അങ്കുശം, അഭയ, വരദ മുദ്രകൾ കാണാം. ല, ക്ഷ എന്നീ അക്ഷരങ്ങളുടെ കൈകളിൽ പാശം, അങ്കുശം, കരിമ്പ്, പുഷ്പശരങ്ങൾ ഇവയുണ്ട് അത്രേ. ക, ത എന്നീ അക്ഷരങ്ങൾക്ക് ചുവന്ന നിറമാണ്. ദ, ഭ എന്നീ അക്ഷരങ്ങൾ വെളുത്ത നിറത്തിലും, ബ, ല എന്നീ അക്ഷരങ്ങൾ പുലർവേളയിലെ സൂര്യൻ്റെ വർണ്ണമുള്ളവയാണ് എന്നും, വ, സ എന്നിവ സ്വർണ്ണവർണ്ണമുള്ളവയാണ് എന്നും, ഹ, സ എന്നീ അക്ഷരങ്ങൾക്ക് മിന്നൽ പിണരിൻ്റെ നിറമുള്ള ദേവീ സ്വരൂപത്തിലാണ് അക്ഷരങ്ങളുള്ളത് എന്നും സനത്കുമാര സംഹിതയിൽ കാണാം. ഇപ്രകാരം മാതൃകാവർണ്ണങ്ങളായി അക്ഷരമാലയുടെ ആ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്ന ദേവി ലളിതാംബിക എന്ന അർത്ഥത്തിലാണ് ദേവിയെ മാതൃകാവർണ്ണരൂപിണി എന്ന് വിളിക്കുന്നത്. നാമം 578 മഹാകൈലാസ നിലയ. ആ കൈലാസത്തിൽ വസിക്കുന്നവൾ ശ്രീ പരമേശ്വരൻ്റെ പത്നിയായ ശ്രീ ലളിതാ ത്രിപുരസുന്ദരി പരമേശ്വരനെ പോലെ തന്നെ കൈലാസവാസിയാകുന്നു. നാമം 579 മൃണാള മൃദുതോർലത. ദേവിയുടെ കൈകൾ താമരവള്ളികൾ പോലെ നേർത്ത സുന്ദരമായ കുളിർമയുള്ള കൈകളാണ് എന്ന് പറയുന്നു. നാമം 580 മഹനീയ. മഹനീയമായ പൂജനീയമായ സ്ഥാനത്തുള്ളവൾ ദേവി ലളിതാംബിക. 581 നാമം ദയാമൂർത്തി. ഭക്തനെ സ്വന്തം കുഞ്ഞായി കാണുന്നവൾ, അമ്മയോളം ദയാവായ്പോടെ ഭക്തനെ കടാക്ഷിക്കുന്ന ദേവി ലളിതാംബിക. ദയാരൂപിയായ ദേവി ലളിതാംബിക. 582 നാമം മഹാസാമ്രാജ്യശാലിനി. ഈ 3 ലോകങ്ങൾക്കും രാജ്ഞിയായവൾ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപതിയായിക്കൊണ്ട് ലോകത്തിലെ സകല കാര്യങ്ങളും നോക്കി നടത്തുന്ന ദേവി ലളിതാംബിക. 572 നാമം മുതൽ 582 നാമം വരെയുള്ള നാമങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ള നാമങ്ങൾ ഇനിയൊരു വീഡിയോയിൽ നോക്കാം. നന്ദി.